ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതിൻ്റെ കാരണം, എനിക്കാണെങ്കിൽ ഇപ്പം ഈ ദുരന്തത്തിനെ പറ്റി കേട്ട് 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 മടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സംഭവം ഇത് എവിടെ നോക്കിയാലും പെട്ടിമുടി ദുരന്തം നമുക്കറിയാമല്ലോ, എന്തോരം ജനങ്ങളെ വാരിക്കൂട്ടിയെടുത്ത് ഇട്ടത്. പിന്നെ കൊറോണ എന്ന് പറയുന്നത് നോർമൽ. ഈ ഭൂമി സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പെട്ടിമുടിയും തവളപ്പാറയും പിന്നെ ഇപ്പോൾ ദാണ്ട ഇങ്ങനെ ആന്ധ്രയിൽ നടന്ന ആ ഒരു സംഭവം, ഇതൊക്കെ നമുക്കാണെങ്കിൽ പിന്നെ മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറേ വിഷയങ്ങൾ. അതിൽ നിന്നും ഇന്നും ജനങ്ങൾ ഇങ്ങോട്ട് എന്താ പറയുക, ആ ഒരു ഭീതിയിൽ നിന്ന് മാറുന്നതിന് മുമ്പ് ഓരോ കാലാവർഷം വരുമ്പോഴും അയ്യോ ദൈവമേ, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്ത് സംഭവിക്കും എന്നൊരു പേടിയും ഭയവും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്നല്ല, ഉള്ളത്. നമുക്കെന്നല്ല, ഈ ലോകത്തുള്ള എനിക്കുണ്ടാവുന്നത് പോലെ തന്നെയായിരിക്കും മറ്റുള്ളവർ. ദൈവമേ, ഇനി എന്ത് ദുരന്തം വരാൻ പോകുന്നു എന്നൊരിതാണ്, ഭയമാണ് നമ്മളുടെ മനസ്സിനെ ഓരോ ദിവസം ഉണർന്നെഴുന്നേൽക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ കിടക്കയിലേക്ക് പോയി കിടന്ന് ഉറങ്ങുമ്പോൾ എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം നമ്മൾ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. അങ്ങനെ അലട്ടാത്തവരായിട്ടുള്ള ഒരു മനുഷ്യരും ഈ ഭൂമിയിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, എൻ്റെ ഒരു ചിന്തയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കൊച്ചിലെ, അതല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിലൊക്കെ, അവരുടെ ചെറുപ്പത്തിലൊക്കെ ഈ മണൽ ഊറ്റുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. മണൽ ഊറ്റിയെടുക്കുക. അത് ഊറ്റിയെടുക്കുന്നതിനോടൊപ്പം നടന്നുകൊണ്ടിരുന്ന പ്രക്രിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിറങ്ങുമ്പോൾ ആ മണ്ണ് ഇളകി മറിഞ്ഞ് അതിലുള്ള ഒരു ചെളി, അഴുക്ക്, പൊടി എല്ലാം ക്ലിയറായി നമ്മളാണ് ഇങ്ങനെ ആറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആറിൻ്റെ അടിത്തട്ട് നമ്മൾക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ആറിൻ്റെ അടിത്തട്ട് പോയിട്ട് ആ വെള്ളം ഒന്ന് ശുദ്ധിയായി പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം അന്നത്തെ കാലത്ത് ആൾക്കാരിറങ്ങി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആറിന് ആഴം കൂടുകയും അതിൻ്റെ ഓരോ ഈ ഊറ്റ് വരുന്ന എല്ലാ ഉറവകളും തുറക്കുകയും ചെയ്യും. അപ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോവാൻ സൗകര്യപ്രദമായ രീതിയിൽ ആയിരുന്നു. അപ്പോൾ ആറ്റിലോ തോട്ടിലോ ഒക്കെ വെള്ളം കുടിച്ചിരുന്ന ഒരു സമയമുണ്ട് ചെറുപ്പത്തിൽ. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത്, ഞാൻ പാലോട്ടാറ്റിൻ്റെ വെള്ളം കുടിച്ചിട്ടുണ്ട്. പാലോട്ടാറെന്ന് പറയുന്നത് പിന്നെ ഇതിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ പേര്, പച്ചമരുന്നുകളും പലവിധമായിട്ടുള്ള പച്ചമരുന്നിൻ്റെ ഇതൊക്കെ കലർന്ന് വരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ ബോട്ടാണിക്കൽ ഗാർഡനിൽ, പിന്നെ റൂപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ പാലോട്, അവിടെ എൻ്റെ അമ്മ ആയുർവേദ നഴ്സിംഗ് പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഈ ആയുർവേദത്തെ പറ്റി പഠിക്കാൻ പോയ സമയത്ത് ഞങ്ങൾ അവിടെ പോയി ആ സ്ഥലമൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. അവിടെ പോയിട്ട് ഞങ്ങൾ ആറ്റിൽ നിന്ന് വെള്ളം പിടിച്ച് ഞങ്ങൾ കുഞ്ഞിലെ കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുടിച്ചാൽ അടുത്ത സെക്കൻഡ് ആംബുലൻസ് വിളിച്ച് നേരെ വീട്ടിൽ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. വീട്ടിലുള്ളവരെ അടുത്ത് പറയുക, കുഴി വെട്ടിക്കോ എന്ന് പറയുക എന്നുള്ളൊരവസ്ഥയാണ് നമ്മുടെ ആറിൻ്റെ അവസ്ഥ. അപ്പം ഞാൻ ഈ പറയാൻ വന്നത്, അന്ന് ഈ മണലൂറ്റുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മലകളിലുള്ള വെള്ളം വരുന്നതിന് ഈ ആറുകളിൽ ഓരോ ഉറവകളുണ്ടായിരുന്നു. ഉറവകൾ ഉണ്ട് എന്നുവെച്ചാൽ വെള്ളം കുറഞ്ഞു വരുമ്പോൾ അറിയാൻ പറ്റും. ഇങ്ങനെ ഈ സൈഡ് ഭിത്തികളിൽ നിന്ന്, ഈ ആറ്റിൻ്റെ ഭിത്തികളിൽ നിന്ന് വെള്ളം ഒലിച്ച് വരാനും അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, ഓരോ മഴയിൽ ഇപ്പം ചെളി കയറി പൂഴ്ന്ന് ഇപ്പം ആറ്റിലോട്ട് എടുത്ത് ചാടുന്നവൻ രക്ഷപ്പെടത്തില്ല, രക്ഷിക്കാൻ ഇറങ്ങുന്നവനും രക്ഷപ്പെടത്തില്ല. അതേ അവസ്ഥയാണ്. കാരണം ചെളിയും കുണ്ടും കുഴിയും വൃത്തിഹീനമായി കിടക്കുന്ന ഒരവസ്ഥ. അപ്പം ഇതിൻ്റെ ഉറവകൾ ഇല്ലാണ്ട്, ഇതിൻ്റെ ഉറവകൾ അടയുമ്പോൾ എന്തു പറ്റും? ഈ മലപ്രദേശങ്ങളിൽ ഈ വെള്ളം അത് കെട്ടി തന്നെ ആ ഭൂമിയിലുള്ളിൽ ശേഖരിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ശേഖരിച്ച് കഴിയുമ്പോൾ ഇത് അവസാനം പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അവസാനം
ആൾക്കാർ പോവും, അവിടുത്തെ മല പോവും, ദേശം പോവും, ആൾക്കാരുടെ എണ്ണം കുറയും. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളുടെ കുഞ്ഞു മക്കൾ, നമ്മുടെ സ്വന്തം, നമ്മുടെ ചോരയിൽ പിറന്നതല്ലെങ്കിൽ പോലും നമ്മളുടെ കണ്ണും മുന്നിൽ വളർന്ന നമ്മുടെ അരിമ മക്കൾ, നമ്മുടെ പൊന്നോമനകൾ, നമ്മൾ ഒരിക്കലെങ്കിൽ നമ്മളുടെ സ്വന്തമല്ലെങ്കിൽ പോലും മാമ, മാമി, അമ്മേ, അച്ഛ എന്ന് ഒരിക്കലെങ്കിലും വിളിച്ചിട്ടുള്ള നമ്മുടെ വളരെ പ്രിയപ്പെട്ട ജനങ്ങളാണ്, ഇല്ലേ? നമ്മുടേതല്ലെങ്കിൽ പോലും നമ്മുടേതാണ് അവർ കണ്ണു മുന്നിൽ ഇല്ല എന്ന് പറയുമ്പോൾ, ഇപ്പം കണ്ടു അടുത്ത സെക്കൻഡ് കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കല്ലുമലത്തെ, അതായത് മാവേലിക്കര കല്ലുമലത്തെ ഒരു വലിയൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്ഥാപനത്തിൽ നിൽക്കുമ്പോഴാണ് 2005 എന്ന് പറയുന്ന ആ സമയത്ത്, ഈ സുനാമി ദുരന്തം ഉണ്ടായ സമയത്ത് ഒരുപാട് മക്കൾ, ഒരുപാട് അമ്മമാർ, ഒരുപാട് അച്ഛന്മാർ, ഒരുപാട് സഹോദരങ്ങൾ അവിടെ വന്നിരുന്നു. അച്ഛനില്ലാത്ത പിള്ളേർ, അമ്മയില്ലാത്ത പിള്ളേർ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട പിള്ളേർ, പിന്നെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവർ, അങ്ങനെ 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 പറയാൻ ഒന്നുമില്ല. അവരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ ചിരിയില്ല, സന്തോഷമില്ല, ആനന്ദമില്ല. അവരുടെ മുഖം കണ്ടാൽ എന്തോ അവരെ ഇങ്ങനെ നമ്മളെപ്പോലും കാണുന്ന, എന്തോ അവരെ ദ്രോഹിക്കാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളെ പോലെയാണ് നമ്മളെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ആ ഭീതി, ആ അനുഭവിച്ച ആ ഒരവസ്ഥ, അവർക്ക് പിന്നെ നഷ്ടപ്പെട്ടവർ, ഇന്ന് കണ്ട് അവർ കളിച്ച് ചിരിച്ച് അവർ കൈപ്പിടിച്ച് നടന്ന വ്യക്തികളില്ലാതെ വന്ന് അവരുടെ ചിരിയും സന്തോഷവും ആനന്ദവും എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അവരൊക്കെ. അപ്പം ഇങ്ങനെ വരുമ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു ഇത് ഉണ്ടായി ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോഴത്തെ നിയമ നടപടികൾ, നിയമ വാഴ്ചകൾ ഇതൊന്നും ക്ലിയർ അല്ലാത്തതുകൊണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ മണലൂറ്റുന്നതിനോ അല്ലെങ്കിൽ ആ ആറ് വൃത്തിയാക്കുന്നതിനോ ആ സഹോദരങ്ങൾ അന്ന് ചെയ്തുകൊണ്ടിരുന്ന മണലെടുക്കുന്നെങ്കിൽ അത് ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു കാര്യമാണ്. ആ കാലഘട്ടത്തിൽ നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കുക. ശരിക്കും ബോധമുള്ള വ്യക്തികളൊന്ന് ചിന്തിച്ചാലറിയാം, അന്ന് വെള്ളപ്പൊക്കം വരുന്നില്ല, പിന്നെ മല ഇടിയുന്നില്ല, പിന്നെ ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നില്ല. നമ്മളുടെ അപ്പൻ്റെ കാലത്തെങ്ങാണ്ട് പണ്ടങ്ങാണ്ട് എൻ്റെ എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ കുഞ്ഞിൽ, അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെയൊക്കെ കുഞ്ഞിൽ പൊടിനാളിൽ പിന്നെ അങ്ങാണ്ട് ഒരിച്ചിരി വെള്ളപ്പൊക്കം വന്നു. പിന്നെ ഈ ആറ്റിൻ്റെ ഈ മണലൂറ്റലും കാര്യങ്ങളും തോട് വൃത്തിയാക്കൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇത് വന്നപ്പോൾ ഒരു പ്രശ്നമില്ല. ആറ് നികത്തുന്നു, തോട് നികത്തുന്നു, വയൽ നികത്തുന്നു, പിന്നെ ആറിൻ്റെ വീതി കുറയ്ക്കുന്നു, അവിടെ മണ്ടയിൽ ബിൽഡിങ് കെട്ടുന്നു, മറ്റേത് കെട്ടുന്നു, മറിച്ചത് കെട്ടി ഇപ്പം ജനങ്ങളൊന്നും ഇല്ലാതായി. ഈ രീതിയിൽ ആയാൽ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കും ഈ മലപ്രദേശങ്ങൾ മാത്രമേ ഇനി പൊട്ടുന്നുള്ളൂ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഇനി അധികം നാളൊന്നും വേണ്ടി വരില്ല, സാധാ നിരപ്പായ സ്ഥലവും പൊട്ടിത്തെറിക്കാം. കാരണം അത് ഭൂമിയിൽ പറ്റത്തില്ല. കാരണം അവിടുത്തെ എല്ലാം വെള്ളം ഇങ്ങനെ വരുമ്പോൾ നിരപ്പായ പ്രദേശങ്ങളും നശിക്കും, ജനങ്ങളും നശിക്കും. അതിന് കാരണക്കാരും നമ്മൾ തന്നെയാണ്. 100ൽ 101%. പഴയതുപോലെയൊക്കെ ആണ് അന്നുണ്ടായിരുന്ന ആ ഒരു നടപടികൾ ഇനിയും തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പറ്റും, നമ്മളുടെ തോടുകളെ രക്ഷിക്കാനൊക്കെ. ചെറിയ തോടുകളിൽ ഇപ്പോൾ വെള്ളമില്ല. പണ്ടാണെങ്കിൽ അങ്ങനെയല്ല. ആ മണലൂറ്റുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആറ് വൃത്തിയാക്കുമ്പോൾ എല്ലാ മലയിലും നിന്ന് തിങ്ങി നിൽക്കുന്ന വെള്ളം ഇറങ്ങി വരും ഭൂമിയിൽ. ഈ ആറ്റിൽ ഇറങ്ങി വരും. ആ ആറ് കവിഞ്ഞൊഴുകി പോകുന്നത് തോടുകളിൽ, കുഞ്ഞു തോടുകൾ, പിന്നെ തോട്ടുകളിൽ വെള്ളം ഉണ്ടായിരുന്നു. തോടുകളിൽ ചെറുതായിട്ടുള്ള വെള്ളം അതും അരിച്ചിറങ്ങി അത് ആറുകളിൽ ചേർന്ന്, ആറ് കടലിൽ ചേർന്ന് ഒരു പ്രശ്നവും ഇല്ല. ജലപ്രളയമില്ല, കടൽക്ഷോഭമില്ല, പിന്നെ ദുരന്തങ്ങളില്ല. ഒരു പെട്ടിമുടി പൊട്ടിയപ്പോഴത്തേക്കും എത്ര വെള്ളച്ചാട്ടം ആ ഭൂമിയിൽ
പൊട്ടിമുളച്ച്. പണ്ടെങ്ങാണ്ടുണ്ടായിരുന്നതാ. നികത്തി അവനവൻ്റെ ഇഷ്ടത്തിന് തോന്നിയവാസത്തിന് നമ്മൾ ആറാടിയത് കൊണ്ട് ഭൂമി അഴിഞ്ഞാടി. അതാണ് പറയേണ്ടത്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ആറാടിയപ്പോൾ ഭൂമി മാത ഒന്ന് അഴിഞ്ഞാടി, ഒന്ന് എഴീറ്റൊന്ന് ഇരുന്നപ്പോഴത്തേക്കും ദാ കിടക്കുന്നു 10, 300, 400 മരണം. എന്താ ഇത്? കേൾക്കാൻ വയ്യ. ഇപ്പം ഞങ്ങൾ TV ഇടാറില്ല. ഫോണ് ഞാൻ ഇപ്പം അർജുൻ ബ്രദറിൻ്റെ ആ സഹോദരൻ്റെ എനിക്ക് ആ മനുഷ്യൻ്റെ മുഖം എവിടെ വെച്ചൊക്കെ കണ്ടിട്ടുള്ള പോലൊരു ഫീല്. കാരണം കട നടത്തിയിരുന്നതാണല്ലോ. എൻ്റെ കടയുടെ ഫ്രണ്ടിൽ ഒരു വലിയൊരു ചായക്കടയാണ്. അപ്പം അതും പോരാഞ്ഞിട്ട് എൻ്റെ കടയിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഇഷ്ടംപോലെ വണ്ടിക്കാരൊക്കെ വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയി. പലഹാരം, ബിസ്ക്കറ്റ്, കേക്ക്, സിഗരറ്റ്, പിന്നെ ജ്യൂസ്, ഇങ്ങനെയൊക്കെ വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് പോകും. വലിയ വലിയ ലോറികളൊക്കെ കൊണ്ട് ഒതുക്കുന്ന സ്ഥലമാണ്. അപ്പം ഒരു പക്ഷേ എവിടെയോ കണ്ട് പരിചയമുള്ള പോലൊക്കെ ഉള്ളൊരു ഫീലൊക്കെ ആയിരുന്നു എനിക്ക്. അപ്പം പിന്നെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്നാലോചിച്ച് നോക്കണം. മനുഷ്യരുടെ അവസ്ഥ ഇത് പഴയതുപോലെ ഒക്കെ ഒന്ന് ഇനിയും ക്ലീൻ ചെയ്ത് അതിനെ വൃത്തിയാക്കി പിന്നെ അതിൻ്റെ അടിത്തട്ട് ഈ ആറും തോടും എല്ലാം ക്ലിയർ ചെയ്യാനും അതിൻ്റെ ഒരു നടപടി ദൈവീയതുണ്ടായാൽ ഈ ഒരു ദുരിതം അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം ഒഴിയും. നമ്മൾ സേഫല്ലേ? നമ്മൾ നല്ല ഭൂമിയിലല്ലേ ജീവിക്കുന്നത്? നമ്മൾ നല്ല ഇടത്തല്ലേ? നമ്മളുടെ കുഞ്ഞുങ്ങൾ സേഫാണ്, നമ്മളുടെ മക്കൾ സേഫാണ്, നമ്മളുടെ ആൾക്കാർ സേഫാണ്, നമ്മൾ എല്ലാത്തിലും ഓക്കെയാണ് എന്ന് ചിന്തിക്കാണ്ട് അവരും നമ്മുടെ ആൾക്കാരാണ്, അവരും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന് ചിന്തിച്ച് ദൈവം അതിനൊക്കെ ഒരു നടപടി എടുത്താൽ തന്നെ ആറിൻ്റെ അടിത്തട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ ജലസ്രോതസ്സിൻ്റെ അളവ് പിന്നെ എത്ര വെള്ളം കൊണ്ടാലും ആറ് കവിഞ്ഞ് വെളിയിലേക്ക് വരാത്ത രീതിയിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിയും. ഈ മലപ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒലിപ്പ് ഈ ആറുകളിലേക്ക് ഒലിച്ചിറങ്ങുന്ന ആ മലപ്രദേശത്തിൻ്റെ ആ ഒലിപ്പുകൾ, അതായത് അതിൻ്റെ ഉറവകൾ ഒന്ന് ക്ലിയർ ചെയ്ത് തുറന്ന് വിട് സഹോദരങ്ങളെ. എങ്കിൽ ഈ മലയുടെ ഉച്ചിയിൽ നെറുകയിൽ ആ ഭൂമി മാതാവ് കൊള്ളുന്ന വെള്ളം അതിൻ്റെ കറക്റ്റായിട്ട് ഈ ആറുകളിൽ വന്ന് ചേരുകയും അത് കടലിൽ പോയി ചേർന്നോളും. എത്ര വെള്ളം കൊണ്ടാലും പ്രശ്നമില്ലാത്തൊരു ഇതാണ് കടൽ. വന്ന് ചേർന്നോളും. ഈ വേസ്റ്റ് അതും ഇതൊക്കെ ഇട്ട് എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഇച്ചിരി അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നാൽ തന്നെ നമ്മളുടെ സഹോദരങ്ങളെ, നമ്മുടെ കൂടപ്പിറപ്പുകളെ സംരക്ഷിക്കാനുള്ള ഒരു ഇതുണ്ടാവും. ദയവേത് ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്. ഇതിലൊക്കെ നിങ്ങളും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ സപ്പോർട്ട് ചെയ്യുക. അത് 10 പേര്, ഞാൻ ഒറ്റ ആൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 10 പേര്, 15 പേര്, 100 പേര്, 150 പേര്, നമ്മുടെ ഈ കേരളത്തിലുള്ള എല്ലാ ജനവും ഇതിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആറുകളും തോടുകളും എല്ലാം വൃത്തിയാക്കി അതിൻ്റെ അടിത്തട്ടിലുള്ള ചെളികളും എല്ലാം ക്ലിയർ ചെയ്ത് വിട്ട് പിന്നെ നമ്മളുടെ ഭൂമിയെ സംരക്ഷിക്കുവാൻ, നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ സഹായകരമാകട്ടെ. ഞാൻ തൊഴുകൈയോടുകൂടി ഞാൻ പറയുകയാണ്. നമ്മൾ എന്തെങ്കിലും ഞാൻ തൊഴുകൈയോടുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. തൊഴുകൈയോടുകൂടി നിങ്ങൾ എല്ലാവരും അതിൽ സപ്പോർട്ട് ചെയ്ത് അതിനെ ഒന്ന് ഷെയർ ചെയ്ത് അതിൻ്റെ ഇതിൽ ആരെങ്കിലും ഒരു നിയമപാലകർ അതിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് രക്ഷപ്പെടും. അപ്പോൾ ശരി, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുക. എനിക്ക് ഇതൊക്കെ ഓർത്താൽ തന്നെ സങ്കടമാണ്. നേരം വെളുത്ത് എഴിക്കുമ്പോൾ തന്നെ എന്ത് കഷ്ടമാണെന്ന്